മദ്യപാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ നിരോധിക്കാൻ പറ്റില്ല. മദ്യപാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വ്യക്തികൾ ചിന്തിക്കേണ്ടതാണ്. മദ്യം ഇഷ്ടമുള്ളവർ കഴിച്ചാൽ മതി. ഇഷ്ടമില്ല അവരെന്തിനാ കഴിക്കണേ? ഞാനത് ചോദിക്കണേ, അവരെന്തിനെ എതിർക്കണേ? മദ്യപാനികൾ മദ്യം തേടി പോവും. നമ്മൾ മനസ്സിലാക്കി. ഈ കഴിക്കാത്ത ഈ വിശുദ്ധന്മാർ എന്തിനത് എതിർക്കണേ? ഒരാളോട് കഴിക്കണ്ടെന്ന് പറയാനുള്ള ഒരു അവകാശം നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയിൽ ഉണ്ടാ ഇല്ലല്ലോ. ഇവർക്ക് ഒറ്റയടിക്കാൻ മദ്യം നിരോധിച്ചൂടെ? എന്നിട്ട് ആദ്യത്തെ ഘട്ടം ചാരായം, രണ്ടാമത്തെ ഘട്ടം വിദേശ മദ്യം. ഇവിടുത്തെ ഈ രാഷ്ട്രീയക്കാരെന്താ ഈ ഒറ്റയടിക്കെല്ലാം നിരോധിക്കാത്ത? അപ്പം അവർക്കറിയാം ഇവിടെ വേറെ വരുമാനമില്ല. മദ്യം ഉൽപ്പാദിച്ച് കഴിഞ്ഞിട്ട് വരുമ്പോൾ നികുതി കുറയ്ക്കേണ്ടത് ഗവൺമെൻറ്റാണ്. ഗവൺമെൻറ് എന്തുകൊണ്ട് കുറയ്ക്കില്ല? അവർക്ക് നല്ല ലാഭം ഉണ്ടായില്ലേ. ആളുകൾ പുറമെ നിന്ന സാധനം കുടിച്ചു കഴിഞ്ഞാൽ 10,000 25,000 പഴയാണ്. അപ്പോൾ ഈ ഗവൺമെൻറ്റിന് നികുതി മേടിക്കണമെങ്കിൽ അവർക്കൊരു കഴിക്കാനുള്ള സംവിധാനം ഉണ്ടാക്കണമെന്നാണ് എന്തൊരു പോളിസി. ഒന്നല്ലെങ്കിൽ അണത്തത്തോടു കൂടി നിങ്ങൾ മദ്യ നിരോധനത്തിനെതിരല്ലെങ്കിൽ എല്ലാം തുറക്കുക. എല്ലാ പെട്ടിക്കടകളിൽ ഈ സാധനം തുറക്കുക. ഞാൻ പറയുന്നത് റേഷൻ കട വഴി ആണെങ്കിൽ ഇത് കൊടുത്തോണ്ട് കുഴപ്പമൊന്നുമില്ല. കുടിക്കണവർ കുടിക്കട്ടെ, അല്ലാത്തവർ കുടിക്കണ്ട. ഈ കുടിയന്മാർ കുടിച്ച് ചത്തോട്ടെ. അന്ന് അവരുടെ പിഴിഞ്ഞു കുടിക്കാനുള്ള ഒരു പരിപാടിയാണ് ഇവിടുത്തെ LDF ആണെങ്കിലും UDF ആണെങ്കിലും ചെയ്യണം. എനിക്കതിനെതിരെ വ്യാപകമായ പ്രതിഷേധമുണ്ട്. ശ്രീകൃഷ്ണൻ പറഞ്ഞത് ഭഗവത്ഗീതയിൽ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കണം എന്ന് പറഞ്ഞത്. ഇവിടെ എത്ര ഹിന്ദുക്കൾ അത് നിയന്ത്രിക്കുന്നുണ്ട്? അതന്നെ ചോദിക്കണം. അമ്പലത്തിൽ പോയിട്ട് ഗുരുവായൂർ പോയിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട്. അവനവൻ്റെ മനസ്സിനെ നിയന്ത്രിക്കേണ്ട ഏത് ദൈവത്തിന് പ്രാർത്ഥിച്ചിട്ട് എന്താ കാര്യം? എൻ്റെ പേര് സബിത്ത്. ഞാനൊരു എഴുത്തുകാരൻ, സാമൂഹ്യ പ്രവർത്തകൻ, സോഷ്യൽ മീഡിയയിൽ ഒരു ആക്റ്റീവായിട്ടുള്ള ഒരാളാണ്. പിന്നെ ഞാൻ മെഡിക്കലിൻ്റെ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊക്കെയാണ് എൻ്റെ തൊഴിൽ. ഞാൻ ആധികാരികമായിട്ട് പറയുകയാണെങ്കിൽ ഞാനൊരു നിർധന കുടുംബത്തിൽ നിന്ന് വന്നൊരു വ്യക്തിയാണ്. അപ്പോൾ ആദ്യമൊന്നും എനിക്ക് അത്ര വിവരവും ബുദ്ധിയൊന്നും ഉണ്ടായിരുന്നില്ല, സത്യം പറയാറ്. അപ്പം ഞാൻ എൻ്റെ ഈ അറിവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ വായനയിലൂടെയാണ് വളർത്തിയത്. മനസ്സിലായി. അപ്പം ഞാൻ പിന്നെ ഇങ്ങനെ എൻ്റെ കുടുംബം പൊതുവെ ഇടതുപക്ഷ അനുഭവങ്ങളുടെ കുടുംബമായിരുന്നു. എൻ്റെ അച്ഛൻ CPIയുടെ ഒരു പ്രവർത്തകനായിരുന്നു. വല്യച്ഛൻ CPIയുടെ ഈ മണ്ഡല സെക്രട്ടറി ആയിരുന്നു. പിന്നെ എൻ്റെ വല്യച്ഛൻ ഒരു എഴുത്തുകാരൻ, എക്സ്പ്രസ് ദിനപത്രത്തിലൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെ എനിക്ക് സ്വാഭാവികമായിട്ടൊരു ഇടതുപക്ഷത്തോടൊരു അനുഭവം ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ പൊതുവെ ഒരു നോൺ വെജിനെതിരാണ്. ഈ മൃഗങ്ങളെ കൊന്നിട്ട് ഭക്ഷണം കഴിക്കണതിന് എനിക്ക് തീരെ താല്പര്യമില്ല. ഞാൻ അതുകൊണ്ട് ഫുൾ ടൈം വെജിറ്റേറിയനാണ്. എൻ്റെ വീട്ടിലാണെങ്കിലും എൻ്റെ വീട്ടിലുള്ളവർ ഉപയോഗിക്കുമെങ്കിൽ പോലും ഞാനത് കഴിക്കാറില്ല. ഫേസ്ബുക്കിൽ താങ്കളുടെ ഓരോ പോസ്റ്റുകളും ഞാനിന്ന് ബീഫ് ബിരിയാണി കഴിച്ചു, ഞാനിന്ന് മട്ടൻ ബിരിയാണി കഴിച്ചു, ഞാനിന്ന് ഇറച്ചി പൊറോട്ടയും കഴിച്ചു എന്നിങ്ങനെ ഒരുപാട് പോസ്റ്റുകൾ കാണാറുണ്ടല്ലോ. അപ്പൊ ഇത് പറഞ്ഞതിന് എതിരല്ലേ താങ്കൾ ഇപ്പൊ പറഞ്ഞത്? അല്ല, ഞാൻ കഴിച്ചു എന്ന് പറഞ്ഞു. അപ്പൊ താങ്കള് ജനങ്ങളെ പറ്റിക്കാൻ വേണ്ടി ഇടുന്ന പോസ്റ്റുകളാണോ? അല്ല, ഞാൻ കഴിച്ചു എന്ന് പറയുന്നത് എന്താ, ഈ നോൺ വെജ് കഴിക്കണവരെ നമുക്ക് തടയാൻ പറ്റില്ല. അവർക്കും കൂടി ഒരു പ്രോത്സാഹനം ആയിക്കോട്ടെ എന്നിട്ടുണ്ട്. ഞാൻ ഉപയോഗിക്കാറില്ല, ഞാൻ കഴിക്കില്ല എന്ന് എനിക്കറിയാം. പക്ഷെ അവർക്കൊരു പ്രോത്സാഹനം ആയിക്കോട്ടെ, ബീഫ് ബിരിയാണി അങ്ങനെ എന്നൊക്കെ ആയിട്ട് അവർക്ക് ഭക്ഷണം നമ്മൾ വെച്ചിക്കുമ്പോൾ എന്താ വേണം കഴിക്കാന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ടാണ്. അല്ലാണ്ട് ഞാൻ കഴിക്കാനില്ല. പക്ഷെ എനിക്ക് ചില സാഹചര്യങ്ങളിൽ ഒന്നും കിട്ടാത്തൊരവസ്ഥയിൽ എനിക്ക് ബീഫ് ബിരിയാണി കഴിക്കേണ്ടി വന്നിട്ടുണ്ട്. അപ്പം ഞാൻ അതുകൊണ്ടാണ് ഇടുന്നത്. മദ്യം എന്ന് പറഞ്ഞാൽ മദ്യം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഓൾറെഡി സാർവത്രികമാണ്, എല്ലാ സ്ഥലത്തും കിട്ടണം. മദ്യം ഇഷ്ടമുള്ളവർ കഴിച്ചാൽ മതി. ഇഷ്ടമില്ല അവരെന്തിനാ കഴിക്കണേ? ഞാനത് ചോദിക്കണേ, അവരെന്തിനെ എതിർക്കണേ? മദ്യപാനികൾ മദ്യം തേടി പോവും. നമ്മൾ മനസ്സിലാക്കി. ഈ കഴിക്കാത്ത ഈ വിശുദ്ധന്മാർ എന്തിനത് എതിർക്കണേ? ഒരാളോട് കഴിക്കണ്ടെന്ന് പറയാനുള്ള ഒരു അവകാശം നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയിൽ ഉണ്ടാ ഇല്ലല്ലോ. അപ്പം ഈ മന്ദബുദ്ധികൾ, ഈ UDF, കോൺഗ്രസ്, BJP കോർക്കഴുതകൾ എന്തിനാണ് ഈ മദ്യത്തിനെതിരെ ഇതുണ്ടാക്കണേ? ഇവർ 1996 AK ആകണ്ടേ ചാരായം നിരോധിച്ചു. ചാരായം നിരോധിച്ചിട്ട് എങ്ങനെയാണ്? ഞാൻ പറയാം. ആൻ്റണി ഗവൺമെൻറ്റിന് ഇനി എന്ത് പറഞ്ഞാലും വോട്ട് കിട്ടാനുള്ളൊരു മാർഗമില്ല. അപ്പോൾ അവർ ചാരായം നിരോധിച്ചു. ചാരായം നിരോധിച്ചിട്ട് പറഞ്ഞ അടുത്ത ഘട്ടം ഞങ്ങൾ വിദേശ മദ്യം നിരോധിക്കുന്നു. അതിനിപ്പം മന്ത്രിസഭ അധികാരത്തിൽ വന്നില്ല, ശരി. പക്ഷേ രണ്ടാം ഘട്ടം LDF ആണ് വന്നത്. LDF വന്നപ്പോൾ അവർ പറഞ്ഞു മദ്യ നിരോധനം ഞങ്ങളുടെ നയമല്ല.
പിന്നെ 2001 AK മന്ത്രിസഭ വന്നത്. എന്തുകൊണ്ട് അവർ വിദേശ മദ്യം നിരോധിച്ചില്ല? അപ്പോൾ ഈ ടി.എൻ. പ്രതാപൻ എന്ന് പറഞ്ഞാൽ ഓവർ കഴുത, ഇങ്ങനെ തന്നെ പറയട്ടെ, വാക്കിന് സ്ഥിരതയില്ലാത്ത ആള്. അയാളിപ്പോൾ ഈ എന്താ പറയുക, കെ മുരളീധരൻ എന്താ പറയുക, അയാളെ മാറ്റിയിട്ട് കെ മുരളീധരൻ സ്ഥാനാർത്ഥിയാക്കി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ. ടി.എൻ. പ്രതാപൻ പറഞ്ഞെന്താ, വിദേശ മദ്യം നിരോധിക്കേണ്ടത് ഞങ്ങളുടെ നയത്തിലില്ല, ഒരിക്കലും ഇല്ല. അത്ര 2001 AK മന്ത്രിസഭ വന്നപ്പോൾ ഇവൻ പറഞ്ഞ ഡയലോഗാണ്. ഇവൻ വലിയൊരു മദ്യവിരോധി എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ഇവനൊരിക്കലും മദ്യവിരോധിയൊന്നുമല്ല. അപ്പോൾ 1-ാം തീയതി കള്ളും കൊടുക്കാൻ പാടില്ല എന്നൊരു വിഷയം ഉണ്ടായി. അപ്പം അതിൻ്റെ ചെത്തുതൊഴിലാളി ഫെഡറേഷൻ കോടതിയിൽ പോയി, മനസ്സിലായി. ചെത്തുതൊഴിലാളി ഫെഡറേഷൻ കോടതിയിൽ പോയിപ്പോൾ ഇവരെന്താ, ഈ സുപ്രീം കോടതി അംഗീകരിച്ചു എന്ന് പറഞ്ഞാൽ കള്ള് ഷോപ്പുകൾ തുറക്കാന്നുള്ളത്. അപ്പോൾ ഈ ടി.എൻ. പ്രതാപൻ്റെ വാദം പൊളിഞ്ഞു. അപ്പോൾ ആൻ്റണി 2001 അധികാരത്തിൽ വന്ന് കുറേ കഴിഞ്ഞപ്പോൾ ആൻ്റണിക്ക് തോന്നി ചാരായ നിരോധനം ഒരു തെറ്റായ തീരുമാനമായിരുന്നു എന്ന് ആൻ്റണിക്ക് തോന്നി. ആൻ്റണി തുറന്ന് പറയുകയും ചെയ്തു. പക്ഷെ ഇപ്പോഴും ഈ കോവർ കഴുതകൾ ഇങ്ങനെ ഞങ്ങൾ വലിയ മദ്യനിരോധനവാദികളാണെന്നാണ് പറയുന്നത്. പിന്നെ 2015 ഈ നമ്മുടെ ഉമ്മൻചാണ്ടി മന്ത്രിസഭ അധികാരത്തിൽ വന്നപ്പോൾ സുപ്രീം കോടതി ഒരു വിധി പറഞ്ഞു, നിലവാരമില്ലാത്ത ബാറുകൾക്ക് ലൈസൻസ് കൊടുക്കരുതെന്ന് പറഞ്ഞു. അപ്പോൾ ലൈസൻസ് കൊടുക്കരുതെന്ന് പറഞ്ഞപ്പോൾ ഇവരെന്താ ചെയ്തതെന്ന് അറിയാം. അപ്പോൾ VM സുധീരൻ KPCC പ്രസിഡന്റാണ്. സുധീരൻ മദ്യനിരോധനവാദിയാണ്. സുധീരൻ പറഞ്ഞു 418 ബാറുകൾ നിലവാരമില്ലാതെ തുറക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഉമ്മൻചാണ്ടി എന്താ മദ്യലോബിയുടെ ആളായ കാരണം പറഞ്ഞു അത് പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ സുധീരൻ്റെ ഈ തീരുമാനത്തിൽ ഇവർക്ക് മറികടക്കാൻ പറ്റിയില്ല. എന്നുവെച്ചാൽ സുധീരൻ ഇമേജ് ഉണ്ടാക്കുമെന്ന് അവർക്ക് സംശയമായി. അപ്പോൾ എന്താ ഉമ്മൻചാണ്ടി നിവർത്തിയില്ലാണ്ട് എല്ലാ ബാറുകളും പൂട്ടി, മനസ്സിലായി. 5 സ്റ്റാർ ഹോട്ടലുകൾക്ക് ഒഴികെ എല്ലാവർക്കും ലൈസൻസ് ഇല്ല. അന്ന് ഈ 5 സ്റ്റാർ ഹോട്ടൽ ക്ലബ്ബുകൾക്ക് ഇയാൾ ലൈസൻസ് കൊടുത്തു. അപ്പം ഇയാളുടെ ഒരു ഉമ്മൻചാണ്ടി എന്ന് പറഞ്ഞാൽ ഞാൻ മരിച്ചു പോയോണ്ടും പറയില്ല, ദിവംഗതനായ ഒരു വ്യക്തിയാണ്. അയാൾ ഇങ്ങനൊരു നീചമായൊരു പ്രവൃത്തി ചെയ്ത് വെച്ചിട്ട് പോയി. അപ്പം 2014 LDF മന്ത്രിസഭ അധികാരത്തിൽ പിണറായി വിജയൻ മന്ത്രിസഭ. പിണറായി വിജയൻ എന്താ പറഞ്ഞത്, എൻ്റെ മദ്യനിരോധനം ഞങ്ങളുടെ നയമല്ല. അപ്പോൾ LDF പറഞ്ഞത് എൻ്റെ മദ്യനിരോധനം ഞങ്ങളുടെ നയമല്ല. അപ്പം മദ്യം ആളുകൾ വർദ്ധിക്കണം, അതാണ് ഞങ്ങളുടെ പോളിസി. അല്ലാണ്ട് ഒരാൾ നിരോധിച്ചുകൊണ്ട് കാര്യമില്ല. അപ്പോൾ ഗുജറാത്തിലൊക്കെ നമ്മൾ നോക്കുക, മദ്യനിരോധനം സ്വാതന്ത്ര്യ കാലത്തിന് മുമ്പുണ്ട്, ഇപ്പോഴും നിരോധനമുണ്ട്. പക്ഷെ അവിടെ മദ്യം സുലഭമാണ്. അപ്പം അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ പാടില്ല. കഴിക്കേണ്ടവർ കഴിക്കുക, അല്ലാത്തൊരു കഴിക്കണ്ട. പക്ഷെ ഇതിനെതിരെ വ്യാപകമായിട്ട് ബോധവൽക്കരണം നിങ്ങൾ ചിന്തിക്കണം. അതാണ് ഞങ്ങളുടെ LDFൻ്റെ നയം. അല്ലാണ്ട് UDFൻ്റെ പോലെ ഞങ്ങൾ ചാരായം നിരോധിച്ചിട്ട് എന്തായി? ആൻ്റണി തന്നെ പറഞ്ഞു ചാരായ നിരോധനം ഒരു തെറ്റായ തീരുമാനമാണ്. അപ്പോൾ ചാരായ നിരോധനം മൂലം എന്തുണ്ടായി വെച്ചാൽ ഒരു 50 രൂപയ്ക്ക് കുടിച്ച് വിറ്റാവുന്ന ആൾക്കാർ ഒരു 500 രൂപയ്ക്ക് കുടിച്ച് വിറ്റായി. അവരുടെ കാശ് വരില്ലാത്തൊരു സിറ്റുവേഷനായി, മനസ്സിലായി. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ UDF ഉണ്ടായി. അപ്പോൾ ഇവർ ഈ മദ്യം ഞങ്ങളുടെ വരുമാന മാർഗം അല്ലെങ്കിൽ ഇവരെന്തുകൊണ്ട് UDF ഭരണത്തിൽ വരുമ്പോൾ മാത്രം മദ്യത്തിന് ഇങ്ങനെ വ്യാപകമായിട്ട് നികുതി കൂട്ടണം? അതന്നെ ഞാൻ ചോദിക്കണം. ഇവർക്ക് ഒറ്റയടിക്കാൻ മദ്യം നിരോധിച്ചൂടെ? എന്നിട്ട് ആദ്യത്തെ ഘട്ടം ചാരായം, രണ്ടാമത്തെ ഘട്ടം വിദേശ മദ്യം എന്നൊക്കെ പറഞ്ഞു. ഇപ്പോൾ ഈ ആന്ധ്രയിലൊക്കെ മദ്യം നിരോധിച്ചു, NT രാമറാവു. പിന്നെ ഹരിയാനയിൽ ബെൻസിലാൽ മദ്യം നിരോധിച്ചു. അത് മൊത്തം കൂടെ കലക്കി. ബീഹാറിൽ നിതീഷ് കുമാറെ ഒറ്റയടിക്ക് മദ്യം നിരോധിച്ചു. ഇവിടുത്തെ ഈ രാഷ്ട്രീയക്കാരെന്താ ഈ ഒറ്റയടിക്കെല്ലാം നിരോധിക്കാത്ത? അപ്പം അവർക്കറിയാം ഇവിടെ വേറെ വരുമാനമില്ല, ഇവിടെ എല്ലാ അസംസ്കൃത വസ്തുക്കളാണ് ഇവിടേക്ക് വരുന്നത്. അപ്പോൾ കേരളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഉപഭോക്തൃ സംസ്ഥാനമാണ്. അപ്പോൾ അവർക്ക് മദ്യമില്ലാണ്ട്, കുടിയന്മാരുടെ കേസല്ല, കുടിയന്മാരില്ലാണ്ട് ഇവർക്ക് ജീവിക്കാൻ പറ്റില്ല. എന്നിട്ട് പിന്നെ അപ്പോൾ ഇവർ ആദ്യത്തെ ഇതിൽ 96 വരെ ഇവിടെ മദ്യം എന്താ പറയുക ചാരായുള്ളപ്പോൾ ഈ ബാറുണ്ടായിരുന്നു. ബിവറേജ് അല്ല, സാധാരണ ഈ മദ്യഷോപ്പുകളൊക്കെ ഉണ്ടായിരുന്നു. പ്രതീക്ഷ വൈൻസ് അങ്ങനത്തെയൊക്കെ സ്വകാര്യ മേഖലയിലായിരുന്നു. അപ്പം അത് നിർത്തലാക്കിയിട്ട്
ബിവറേജസ് കോർപ്പറേഷൻ ഏറ്റെടുക്കുന്നത് EK നായനാർ മന്ത്രിസഭ കാലത്താണ്. അപ്പോൾ ഈ 96 കാലഘട്ടത്തിൽ പ്രൈവറ്റ് മേഖലയിലാകുമ്പോൾ ഈ ബ്രാൻഡ് ഷാപ്പുകൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ അവിടെ കഴിക്കാനുള്ള സംവിധാനം ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇവർ ഗവൺമെൻറ് ഏറ്റെടുത്തപ്പോൾ അവിടെ കഴിക്കാനുള്ള സംവിധാനം ഇല്ല. ആളുകൾ പുറമേ നിന്ന് സാധനം കുടിച്ചു കഴിഞ്ഞാൽ 10,000-25,000 പഴയാണ്. അപ്പോൾ ഈ ഗവൺമെൻറ്റിന് നികുതി മേടിക്കണമെങ്കിൽ അവർക്കത് കഴിക്കാനുള്ള സംവിധാനം ഉണ്ടാക്കണം എന്നാണ് എൻ്റെ ഒരു പോളിസി. ഇതിനെതിരെ എനിക്ക് LDFിനോട് വളരെയധികം വിദ്വേഷമുണ്ട്. ഞാൻ പറയാലോ, ഒന്നല്ലെങ്കിൽ ആണത്തോടു കൂടി നിങ്ങൾ മദ്യ നിരോധനത്തിനെതിരെ അല്ലെങ്കിൽ എല്ലാം തുറക്കുക, എല്ലാ പെട്ടിക്കടകളിൽ ഈ സാധനം തുറക്കുക. ഞാൻ പറയുന്നത് റേഷൻ കട വഴി ആണെങ്കിൽ ഇത് കൊടുത്തോണ്ട് കുഴപ്പമൊന്നുമില്ല. കുടിക്കണവർ കുടിക്കട്ടെ, അല്ലാത്തൊരു കുടിക്കണ്ട. ഞാൻ എന്താ പറയണേ? അല്ലാണ്ട് ഇവർ UDFിനെ പഠിച്ചിട്ടും മതസാമുദായിക ശക്തികളെ പഠിച്ചിട്ടും ഇങ്ങനെ നടക്കണതിൽ എനിക്കൊരു താല്പര്യമില്ല. അതാണ് എൻ്റെത്. ഈ മദ്യത്തിന് ഇങ്ങനെ ഭയങ്കരമായിട്ട് വില കൂടുന്ന ഒരു സാഹചര്യത്തിൽ താങ്കൾക്ക് ഇതിന് പ്രതിഷേധമുണ്ടോ? അതിനെതിരെ മദ്യത്തിന് വില കൂടുന്നത് 3 സാഹചര്യമുണ്ട്. ഒന്ന്, മദ്യത്തിൻ്റെ ഉൽപ്പാദനത്തിനുള്ള അസംസ്കൃത വസ്തുക്കൾ വില കൂടുന്നുണ്ട്. അപ്പോൾ ഡിസ്റ്റിലറിക്കാരെ നമ്മൾ കുറ്റം പറയാൻ പറ്റില്ല. അത് നിയന്ത്രിക്കേണ്ടത് ഗവൺമെൻറ്റാണ്. ഗവൺമെൻറ് ഇതിന് വലിയ ടാക്സ് കിട്ടുമ്പോൾ അവർക്ക് ഈ മദ്യം ഉണ്ടാക്കണതിൽ സ്റ്റാഫുകൾക്ക് ശമ്പളം കൊടുക്കണം, അങ്ങനെ പല പ്രശ്നങ്ങളുണ്ട്. ശരി. ഇനി രണ്ടാമത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മദ്യം ഉൽപ്പാദിച്ച് കഴിഞ്ഞിട്ട് വരുമ്പോൾ നികുതി കുറയ്ക്കേണ്ടത് ഗവൺമെൻറ്റാണ്. ഗവൺമെൻറ് എന്തുകൊണ്ട് കുറയ്ക്കില്ല? അവർക്ക് നല്ല ലാഭം ഉണ്ടായില്ലേ? ഈ കുടിയന്മാർ കുടിച്ച് ചത്തോട്ടെ, നിങ്ങൾക്ക് ഇരട്ടി ലാഭം. ഒരു 50 രൂപയുടെ സാധനത്തിന് 150 രൂപ മുടക്കണം. അപ്പോൾ എത്ര ടാക്സ് വരുന്നോ? അതിൻ്റെ ചിന്താഗതിയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഡിസ്റ്റിലറിക്കാർ ശരി, അവർക്ക് സ്റ്റാഫിന് അതിൻ്റെ അസംസ്കൃത വസ്തുക്കൾക്ക് വില കൂടണമെന്ന് പറഞ്ഞാലും ഇവർ ഒരു 50 രൂപയുടെ സാധനം സത്യം പറഞ്ഞാൽ ടാക്സ് ഇല്ലെങ്കിൽ അതിനൊരു 25 രൂപ ആകെ വില ഉണ്ടാവുള്ളൂ. ഇവർ 150 രൂപയാണ് ഒരു ക്വാർട്ടറിന് വില ഇതാക്കണം. പായിൻറ്റിന് 700, അങ്ങനെ ഒരു 1/2 ലിറ്റർ അങ്ങനെയൊക്കെ. ഇപ്പം നമ്മൾ ഗോവയിൽ നോക്കും, മാഹിയിലൊക്കെ വളരെ വില കുറവാണ്. കോയമ്പത്തൂരും ഒരു വില കൂടുതലുണ്ടെങ്കിലും പക്ഷെ പല ബ്രാൻഡുകളുണ്ട് അവിടെ. ഇവിടെ വെറൈറ്റി ബ്രാൻഡുകളൊന്നും ഇല്ല. അപ്പോൾ ഈ കുടിയന്മാർ കുടിച്ച് ചത്തോട്ടെ, അന്ന് അവറ്റങ്ങളുടെ പിഴിഞ്ഞ് കുടിക്കാനുള്ള ഒരു പരിപാടിയാണ് ഇവിടുത്തെ LDF ആണെങ്കിലും UDF ആണെങ്കിലും ചെയ്യണം. എനിക്കതിനെതിരെ വ്യാപകമായ പ്രതിഷേധമുണ്ട്. അതൊന്നും ഞാൻ പറയണം. ഇപ്പം എൻ്റെ പോളിസി എന്താ വെച്ചാൽ ഇവിടെ ചായ ഷാപ്പുകൾ തുറക്കട്ടെ. ഇവർക്ക് എന്ത് ചങ്കൂറ്റില്ലാത്ത ഇവർ പറഞ്ഞ് മദ്യ നിരോധനം ഞങ്ങളുടെ നയല്ല. ചായം തുടക്കട്ടെ, കുടിക്കണവർ കുടിക്കട്ടെ, ചാവണവർ ചാവട്ടെ. ഈ നമ്മളിപ്പോൾ ഭൂമിയിൽ ഇത്ര കാലം ജീവിച്ചിരിക്കാന്ന് ഗ്യാരണ്ടി പറഞ്ഞിട്ടൊന്നുമല്ല അമ്മയുടെ വയറ്റിൽ നിന്ന് വന്നത്. അപ്പം എൻ്റെ പോളിസി അതാണ്. ഞാൻ ആഗ്രഹിക്കുന്നു മദ്യനയത്തിനെതിരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോധവൽക്കരണമാണ് ഏറ്റവും ആവശ്യം. അല്ലാണ്ട് നിരോധനം കൊണ്ടൊരു കാര്യമില്ല. ഇവിടെ വ്യാപകമായിട്ട് മദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിരോധിക്കാൻ പറ്റില്ല. അപ്പം നമ്മൾ ഇതിൻ്റെ ബോധവൽക്കരണം കൊണ്ടുവരിക, അല്ലാതെ നമ്മൾ നിരോധിച്ചിട്ട് കാര്യമില്ല. ഇപ്പോൾ ഇവിടെ നമ്മൾ തമിഴ്നാട്ടിൽ, നമ്മുടെ അയൽ സംസ്ഥാനങ്ങളിൽ തമിഴ്നാട്ടിൽ മദ്യമുണ്ട്. ഇപ്പോൾ നമ്മൾ പാലക്കാട് കഴിഞ്ഞ് കോയമ്പത്തൂർ ഇവിടെയുണ്ട്, പൊള്ളാച്ചി ബോർഡറുണ്ട്, പിന്നെ മാഹി നമ്മുടെ അടുത്താണ്. മാഹിയിൽ മദ്യസുലഭമാണെന്ന് നമുക്കറിയാലോ. അപ്പോൾ ഇങ്ങനെ വെച്ച് നോക്കുമ്പോൾ കേരളത്തിൽ മദ്യം നിരോധിക്കാൻ പറ്റില്ല. അപ്പോൾ ബോധവൽക്കരണം അതാണ് ഏറ്റവും നല്ലത്. മദ്യത്തിന് വില കുറയ്ക്കണം എന്നുള്ള അഭിപ്രായം താങ്കൾക്കുണ്ടോ? മദ്യത്തിന് ഇനിയിപ്പോൾ വില കുറയ്ക്കാൻ സാധ്യതയില്ല. എന്താ കേസ് വെച്ചാൽ മറ്റുള്ള സ്റ്റേറ്റുകളെ, ഇന്ത്യയിൽ മറ്റുള്ള സ്റ്റേറ്റുകളെ കൂട്ടി നോക്കുമ്പോൾ കേരളത്തിൽ മാത്രം എന്താണ് ഇത്രയധികം മദ്യം വില കൂടുന്നത്? അതിനെക്കുറിച്ച് നിങ്ങൾക്ക് പ്രതിഷേധമുണ്ടോ? അതിലൊരു വേറൊരു കാരണമുണ്ട്. ഇപ്പം മദ്യം ഈ 1996 തൊട്ടാണ് കൂടിയത് ഏക്കാനുള്ള കാലത്ത്. ഇനിയും മദ്യത്തിന് വില കുറയ്ക്കാൻ തന്നെ നടക്കുന്ന കേസല്ല. കാരണം എന്താ വെച്ചാൽ കേരളത്തിൽ എന്താ പറയുക, ഉൽപ്പാദനമില്ല. അപ്പം മദ്യത്തിൻ്റെ ഒരു വരുമാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരള ഗവൺമെൻറ്റിനെ അപേക്ഷിച്ച് നല്ലൊരു കാര്യമാണ്. മദ്യം, പെട്രോള്, അങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പോൾ ഇനി കൂട്ടിയ സാധനത്തിന് വില കുറച്ച് കഴിഞ്ഞാൽ അതൊരു വലിയ സാമൂഹിക വിപത്തായിട്ട് മാറുന്ന എൻ്റെ അഭിപ്രായം. എന്താ വെച്ചാൽ ഇപ്പോൾ മദ്യത്തിന് വില കൂട്ടിയിട്ട് തന്നെ ആളുകൾ ഇങ്ങനെ വ്യാപകമായിട്ട് കുടിക്കുന്നു. ഇനിയിപ്പോൾ ഇത് നമ്മളിപ്പോൾ ഒരു 100 രൂപ 150 രൂപയുള്ള സാധനം ഒരു 50 രൂപയാണെങ്കിൽ കൂടുതൽ പേരിങ്ങനെ മദ്യത്തിലേക്ക് ആകർഷിക്കാമല്ലോ വില കുറവുകാരനെ. അപ്പോൾ ഈ സംഗതി ഇപ്പോൾ നമ്മളിപ്പോൾ ഈ മാഹിയിലെ പോലെയൊന്നും നമുക്ക് ഇവിടെ വില കുറയ്ക്കാനുള്ള സാധ്യത കുറവാണ്. മാഹി എന്ന് പറഞ്ഞൊരു കേന്ദ്രഭരണ പ്രദേശമാണ്. അപ്പം അവിടെ എന്തായാലും ഒരു നികുതി ഉണ്ടാവുള്ളൂ.
അപ്പോൾ എൻ്റെ അറിവിൽ ഇനി മദ്യത്തിന് ഇനി വില കുറയ്ക്കേണ്ടതാണ് എൻ്റെ അഭിപ്രായം. പക്ഷേ കൂടുതൽ വ്യാപകമായിട്ട് കൂട്ടരുത്. ഒരു പരിമിതമായൊരു തോതിലൊരു 160, 170 ഒരു ക്വാർട്ടറൊക്കെ അങ്ങനെ വില ഏകീകരിക്കാമെന്ന് ഞാൻ പറയാൻ പറ്റുള്ളത്. അതുകൊണ്ട് വല്ലാണ്ട് ഒരു 500 ഒരു ക്വാർട്ടർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയ വിപത്താവും. അപ്പം 500 രൂപയ്ക്ക് ഒരു ക്വാർട്ടർ എന്ന് പറയുമ്പോൾ ആളുകൾ എന്ത് ചെയ്യും? മാഗിലിക്കും അങ്ങനെ അയൽ സംസ്ഥാനങ്ങളിലേക്കൊക്കെ പോകും. അപ്പം നമുക്ക് നമ്മുടെ നികുതി നഷ്ടമാവുമല്ലോ. അത് ഞാൻ പറയാം. മദ്യത്തിൽ ചെറുപ്പക്കാര് കണ്ടമാനം ആകർഷകരാകുന്നു. ഈ സ്കൂൾ വിദ്യാർത്ഥികൾ മുതൽ ആകർഷകരാകുന്നു. വലിയ തോതിൽ അവർ ലഹരിക്ക് അടിമപ്പെട്ടു പോകുന്നു. അതിനെക്കുറിച്ച് അങ്ങേക്ക് എന്താണ് പറയാനുള്ളത്? അതിപ്പോൾ മദ്യനയം മൂലമല്ല, ഇവർ കഞ്ചാവ് അതുമാതിരി MDMA അങ്ങനെ ഓരോ ലഹരി വസ്തുക്കൾ മൂലം മെയിനായിട്ട് അവരതിലേക്ക് ആകർഷകരാവണതിൻ്റെ കാരണം ഞാൻ പറയാം. ഈ ഒരു വീട്ടുകാരുടെ സമ്മർദ്ദമാണ്. എൻ്റെ മോന് A+ കിട്ടി, മറ്റേ മോന് റാങ്ക് കിട്ടി, 1 റാങ്ക് കിട്ടി. എന്തുകൊണ്ട് നീ അങ്ങനെ ആവില്ല എന്ന് പിള്ളേരെ പ്രസ് ചെയ്യണത്? മക്കളെ, ഒരാൾക്ക് ഒരാളെ പോലെ ആവാൻ പറ്റുള്ളൂ, അല്ലാണ്ട് ഇപ്പോൾ ബിബിൻ്റെ പോലെ എനിക്ക് ആവാൻ പറ്റുമോ? അപ്പോൾ ഈ മാതാപിതാക്കൾ ഇങ്ങനെ സമ്മർദ്ദം ഉണ്ടാക്കണം. ഈ സമ്മർദ്ദം ഒരിക്കലും വിജയിക്കുന്ന കേസല്ല. ഞാൻ ചെറുപ്പത്തിൽ പഠിക്കുമ്പോൾ എൻ്റെ അച്ഛനമ്മമാരെ എനിക്ക് സമ്മർദ്ദം ഉണ്ടാക്കി. ആ കുട്ടിക്ക് ഇത്ര മാർക്ക് മേടിച്ചില്ലേ, ഈ കുട്ടിക്ക് ഇത്ര മാർക്ക് മേടിച്ചില്ലേ എന്നൊക്കെ എന്നോട് പറയാനുണ്ട്. പക്ഷെ ഞാൻ അത് പുസാരില്ല, ഞാൻ എൻ്റെ ഇഷ്ടത്തിന് നടന്നു. അതുകൊണ്ട് എനിക്കിപ്പോൾ അമ്മയുടെ മുന്നിലാണെങ്കിൽ എനിക്കിപ്പോൾ ഞാൻ അമ്മ പറയുന്നത് കേൾക്കില്ല. ഞാൻ എൻ്റെ ഇഷ്ടമാണ്, എൻ്റെ ജീവിതമാണ്, ഞാൻ എൻ്റെ പോളിസി എടുക്കണം, എൻ്റെ ലൈഫ്. ഇവരിങ്ങനെ സമ്മർദ്ദം ചെലുത്തേണ്ടതിൻ്റെ ഭാഗം പിള്ളേർക്ക് ഇങ്ങനെ സമ്മർദ്ദം വരണം. ഇതിൻ്റെ വലുത് യുവതലമുറ എന്നെ ചിന്തിക്കേണ്ടത്, അല്ലാണ്ട് അതൊരിക്കലും ഗവൺമെൻറ് സ്വഭാവം തന്നെയല്ല. മദ്യം ഇവിടെ ആദ്യ കാലത്ത് തന്നെ ഉണ്ടായിരുന്നു. മദ്യം കഴിക്കണോ വേണ്ടതെന്ന് യുവതലമുറ എന്നെ ചിന്തിക്കേണ്ടത്. അവരോരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ട് മദ്യഷാപ്പിൽ പോകുന്നതിന് ഗവൺമെൻറ്റിൻ്റെ കുറ്റം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഇപ്പം ഞാൻ മദ്യം കഴിക്കണമെന്ന് ഞാനല്ല തീരുമാനിക്കുക. ഇവർ ഈ ഓരോ സാമൂഹിക പ്രശ്നങ്ങളിൽ ഇടപെട്ടിട്ട് മദ്യം കഴിക്കണം, അവിടെ അടിയുണ്ടാക്കുന്നു, അതിന് ഗവൺമെൻറ്റിൻ്റെ കുറ്റം പറഞ്ഞിട്ട് എന്താ കാര്യം? അപ്പം മദ്യഷാപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ നമ്മളിപ്പോൾ ഈ ഇന്ത്യയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് പൗരനും എന്തും ലഹരി വസ്തുക്കളല്ല, നിരോധിത വസ്തുക്കൾ ഒഴികെ എല്ലാം ഉപയോഗിക്കാനുള്ളൊരു അനുവാദമുണ്ട്. ഇന്ത്യയിൽ എന്ന് പറഞ്ഞാൽ മദ്യം നിരോധിച്ചിട്ടുള്ള സംസ്ഥാനമൊന്നുമല്ല. അതുകൊണ്ട് ആർക്കും എന്തും ഉപയോഗിക്കാം. പിന്നെ മറ്റു മയക്കുമരുന്ന് സംസ്കൃത വസ്തുക്കളുടെ നിരോധനമുണ്ട്. മദ്യം ഉപയോഗിക്കുന്നത് തടയാൻ പറ്റില്ല എന്നാണ് ഞാൻ പറയണേ. 21 വയസ്സ് ഉള്ള ആൾക്കാണ് മദ്യഷാപ്പിൽ പോയിട്ട് മദ്യം മേടിക്കാനും കഴിക്കാനും പറ്റുള്ളൂ. UDF ഭരണ കാലത്ത് അതിൽ കുറവായിരുന്നു. അതൊക്കെ ഞാൻ ഇടപെട്ട എൻ്റെ ഫലമായിട്ടാണ് ഇങ്ങനെ കുറച്ചത്. മനസ്സിലായി? എനിക്ക് ടെൻഷൻ വരുന്നു. എനിക്ക് തോന്നുന്നത് 2 അടിക്കണമെന്ന് തോന്നി കഴിഞ്ഞാൽ ഈ മന്ത്രിമാർക്ക് ഗവൺമെൻറ്റിനൊന്നും ചെയ്യാൻ പറ്റില്ല. എനിക്ക് ടെൻഷൻ വരുന്നു, ഞാൻ കഴിക്കണു, അത്രേ ഉള്ളൂ. ഈ ടെൻഷൻ വരുമ്പോൾ മദ്യം കഴിച്ചാൽ ടെൻഷൻ മാറുന്നാണോ താങ്കളുടെ അഭിപ്രായം? ടെൻഷൻ മാറുന്ന എനിക്കറിയില്ല. അതായത് ഞാൻ മദ്യപിക്കാത്ത ഒരാളായ കാരണം അത് കഴിച്ചു നോക്കിയാലേ എനിക്കറിയില്ല. ഞാൻ മദ്യപാനം എനിക്കിഷ്ടമല്ല. കാരണം എന്താ വെച്ചാൽ ഒരു വ്യക്തി നശിച്ചത് സമൂഹം നശിക്കും. ഞാൻ മദ്യപാനത്തിനുള്ള എല്ലാ ലഹരിക്കും എതിരാണ്. മനസ്സിലായോ? ഗാന്ധിജി പറയുന്നത് മദ്യം നിരോധിക്കുന്നതാണ്, അല്ല എല്ലാ ലഹരി വസ്തുക്കളും ഉപയോഗിക്കുന്നത് നിരോധിക്കണം. മെയിനായിട്ട് മദ്യത്തിനേക്കാൾ ഹാനികരം സിഗരറ്റ് വലിയാണ്. ഈ നെക്കോട്ടിക് എന്ന് പറഞ്ഞ സാധനം ഒരാൾ വലിക്കുമ്പോൾ എല്ലാവർക്കും അത് പകരാണ്. മദ്യം കഴിക്കുന്ന ആളെ കുടിക്കുന്ന ആൾക്ക് തന്നെയാണ് ഹാനികരമുള്ളൂ. പക്ഷേ ഏറ്റവും ഇത് ഈ സിഗരറ്റ് വലി ഈ സമൂഹത്തിൽ നിരോധിക്കുന്നതാണ് എൻ്റെ ഏറ്റവും വലിയ പോളിസി. ഓരോ ഓഫീസുകളിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ കാണും ഓരോ എംഡിമാരിങ്ങനെ വലിച്ചു തള്ളണം. അത് മറ്റുള്ളവർക്ക് ഹാനികരാന്ന് ചിന്തിക്കണില്ലേ? മനസ്സിലായി?